മണിമഹേഷ് കൈലാസ് യാത്രയും കിന്നർ കൈലാസ് യാത്രയും കൂടിയിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിലാദ്യം ചെയ്തത് കിന്നർ കൈലാസാണ്. 2007 കിന്നർ കൈലാസത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഹിമാചൽ പ്രദേശിലെ സിംലയിൽ വന്നപ്പോൾ ഇതേക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും കിട്ടേണ്ടായില്ല. സിംലയിൽ നിന്ന് 270 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന കൽപ്പ എന്ന ഹിൽ റിസോർട്ടിൽ നിന്നാൽ കിന്നർ കൈലാസം കാണാം എന്ന് മാത്രമായിരുന്നു കിട്ടിയ ഇൻഫർമേഷൻ. അതനുസരിച്ച് ഞാനും എൻ്റെ ഡ്രൈവറും കൂടി കൽപ്പയിലെത്തി. അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് റിസോർട്ടാണ് കൽപ്പ. കൽപ്പയിൽ നിന്ന് കിന്നർ കൈലാസത്തിലേക്കുള്ള ട്രക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായ തോതിൽ കിട്ടാത്തത് കാരണം ഞങ്ങൾ സാംഗ്ലയിലെത്തി. സത്ലജ് നദിയുടെ തീരത്ത് കൂടിയിട്ടുള്ള ആ യാത്ര ഭീതിജനകമായ റോഡുകളാണ് ആ ഭാഗത്ത്. സാംഗ്ലയിൽ നിന്ന് ഞങ്ങൾ ചിത്ഗുൾ വരെ, ചൈനീസ് ബോർഡർ വരെ യാത്ര ചെയ്തു. ചിത്ഗുളും അവിസ്മരണീയമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. തൊട്ടടുത്ത് അത് കഴിഞ്ഞാൽ ചൈനീസ് ടെറിട്ടറിയാണ്. ചൈനയിൽ നിന്ന് വരുന്ന ബാസ്മ നദി ബട്സ്വേരി എന്നൊരു ഗ്രാമത്തെ ചുറ്റിയിട്ടാണ് സത്ലജ് നദിയിൽ ലയിക്കുന്നത്, സാംഗ്ലയിൽ വെച്ചിട്ട്. ഈ ബട്സ്വേരി ഗ്രാമം കിന്നരന്മാരുടെ ഗ്രാമമാണ്. പരമശിവന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട യക്ഷഗന്ധർവ കിന്നരന്മാരുടെ ആ പരമ്പരയിൽ കിന്നരന്മാരുടെ ഗ്രാമമാണ് ബട്സ്വേരി ഗ്രാമം. ഇവിടെ കിന്നരന്മാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. പുറത്തുനിന്നുള്ളവർക്ക് ഇവര് വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രവേശനം അനുവദിക്കുള്ളൂ. എന്തായാലും ബട്സ്വേരി ഗ്രാമത്തിൽ ഒരു ദിവസം താമസിക്കാനും കിന്നരന്മാരോടൊത്ത് അത്രയും സമയം ചെലവഴിക്കാനും അവിടെ അവരുടെ കുലദൈവമായ ബദരി നാരായണന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും സാധിച്ചത് ഈ യാത്രയിലാണ്. ഇവിടെ നിന്നാണ്, സാംഗ്ലയിൽ നിന്നാണ് കിന്നർ കൈലാസത്തിലേക്കുള്ള യാത്രയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിയത്. അതനുസരിച്ച് ഞങ്ങൾ തങ്ക്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടാണ് കിന്നർ കൈലാസത്തിലേക്കുള്ള യാത്ര ചെയ്തത്. ഇതും മഞ്ഞ് മാറാത്ത സമയമായിരുന്നു, ഓഫ് സീസണാണ്. ഇവിടേക്കൊക്കെ തീർത്ഥാടനം നടത്താനുള്ളത് സാധാരണഗതിയിൽ ജന്മാഷ്ടമി സമയത്താണ്. പക്ഷെ എന്തായാലും എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ഞങ്ങൾ കിന്നർ കൈലാസത്തിലേക്കുള്ള ട്രക്കിങ് നടത്തി. 21,000 അടിയോളം ഉയരത്തിൽ എത്തേണ്ട ഒരു ട്രക്കിംഗ് റൂട്ടാണിത്. സതീദേവിയുടെ ആത്മഹൂതിക്ക് ശേഷം പരമശിവൻ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള കഠിന തപസ് അനുഷ്ഠിക്കാൻ പോകുമ്പോൾ യക്ഷഗന്ധർവ കിന്നരന്മാരൊക്കെ കൂടെ അനുഗമിച്ചു. എല്ലാവരെയും ഓരോരോ സ്ഥലങ്ങളിൽ പാർപ്പിച്ച ശേഷം കിന്നരന്മാരൊത്ത് അവസാനം ഇവിടെ എത്തി. കിന്നരന്മാരോട് ഈ ബട്സ്വേരി ഗ്രാമത്തിൽ താമസിക്കാൻ പറഞ്ഞ് പരമശിവൻ ഈ തപസ്സിന് പോയി. ആ തപസ് അനുഷ്ഠിക്കുന്ന കാലത്താണ്
സതീദേവി പാർവതി ആയിട്ട് പുനർജന്മം പ്രാപിച്ച് പിന്നീട് പരമശിവനെ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ പരമശിവൻ ഇവിടെ എത്തി എന്നാണ് വിശ്വാസം. തന്നെയല്ല, സതീദേവിയുടെ ആത്മഹൂതി അറിഞ്ഞപ്പോൾ കോപം കൊണ്ട് കല്ലി തുള്ളിയ മഹാദേവൻ ഭൈരവനെ സൃഷ്ടിച്ചത് ഈ കിന്നർ കൈലാസത്തിൽ വെച്ചാണെന്നും വിശ്വസിക്കുന്നു. കിന്നർ കൈലാസത്തിലേക്കുള്ള ട്രക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയതിൽ ഒന്നാണ്. സീസൺ സമയം അല്ലാത്തതുകൊണ്ട് മഞ്ഞ് മാറാത്ത സമയമായതുകൊണ്ടും ബുദ്ധിമുട്ടുകൾ ഇരട്ടിയായി. തണുപ്പാണെങ്കിൽ ക്രമാതീതമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു ഓരോ ദിവസം. ആദ്യത്തെ ദിവസം ശ്രീമതി ഗുഹയിലാണ് ഞങ്ങൾ ഹോൾട്ട് ചെയ്തത്. ഒരു 50 പേർക്കെങ്കിലും സുഖമായിട്ട് താമസിക്കാൻ ഹോൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഗുഹയാണിത്. ഇവിടെ ഹോൾട്ട് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം കിന്നർ കൈലാസത്തിലേക്കുള്ള ലാസ്റ്റ് ട്രക്കിങ് നടത്തിയത്. 19,000 അടി കഴിഞ്ഞപ്പോഴേക്കും പ്രാണവായുവിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങി. എന്നാലും ലാസ്റ്റ് ഞങ്ങൾ മുകളിലെത്തി. 40-45 അടിയോളം ഉയരമുള്ള ഒരൊറ്റക്കല്ലാണ് ഇവിടുത്തെ ശിവലിംഗം. ബാക്കി എല്ലാ സ്ഥലത്തും മഞ്ഞ് ഒന്നുകൂടി കിടക്കുമ്പോൾ ഈ ശിവലിംഗത്തിൽ ഇതൊരു പരന്ന പാറപ്പാളിയാണ്. ഈ ശിവലിംഗത്തിലെ മഞ്ഞ് ഒരു തരി പോലും മഞ്ഞില്ല. അപ്പം ഇവിടെ അമ്പലമൊന്നുമില്ല. ശിവലിംഗത്തിന് താഴെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പൂജയും ഒക്കെ ചെയ്ത് അധിക നേരം മുകളിൽ താമസിക്കാൻ ഹോൾട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതിനുശേഷം ഈ ശിവലിംഗത്തിൽ നിന്ന് 500 മീറ്റർ അകലെ പാർവതിയുടെ വിഗ്രഹമുണ്ട്. അത് നമുക്ക് ദൂരെ നിന്ന് ഒരു ചെറിയ രൂപത്തിൽ കാണാം. അങ്ങോട്ടേക്കൊന്നും അടുക്കാൻ യാതൊരു മാർഗവുമില്ല. അത്രയും ബുദ്ധിമുട്ടും മഞ്ഞിൻ്റെ അതിരൂക്ഷമായ ശല്യമാണ് അവിടെ. എന്തായാലും കിന്നർ കൈലാസം എൻ്റെ 3ാമത്തെ കൈലാസയാത്ര അതോടുകൂടി പൂർത്തിയാവുകയായിരുന്നു. പിന്നീടാണ് അറിയുന്നത് ഇതിനൊരു മഹാപ്രദക്ഷിണ റൂട്ടുണ്ട്. ആ മഹാപ്രദക്ഷിണ റൂട്ട് അക്കൊല്ലം സാധിച്ചില്ല. കാരണം കിന്നർ കൈലാസത്തിൽ നിന്ന് നേരെ ഞങ്ങൾ മണിമഹേഷ് കൈലാസത്തിലേക്കാണ് പോയത്. പക്ഷേ 2010 ഈ റിക്കോംപിയോയിൽ വീണ്ടും വന്ന് കിന്നർ കൈലാസത്തിൻ്റെ മഹാപ്രദക്ഷിണം 120 കിലോമീറ്റർ വരുന്ന മഹാപ്രദക്ഷിണം, അതും കനത്ത മഞ്ഞ് ഭൂമിയിൽ കൂടിയുള്ള മഹാപ്രദക്ഷിണമാണ്. അതിനുവേണ്ടി ഒരു ശ്രമം ഞങ്ങൾ നടത്തി. പക്ഷേ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ കാരണം ചൈനീസ് അതിർത്തിയോട് തൊട്ട് ആണ് ഈ ട്രക്കിംഗ് റൂട്ട് എന്നതുകൊണ്ടും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഈ മഹാപ്രദക്ഷിണത്തിൻ്റെ റൂട്ട് തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള മഞ്ഞുമലകളുടെ പ്രവചനാതീതമായ അവസ്ഥകൾ, അഗാധമായ ഗർത്തങ്ങൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് രൂപം കൊള്ളുക, അവലാൻഷ് നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഏരിയയിൽ അധികം ഉള്ളത്. യാത്രയ്ക്കിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഈവൻ ഡെഡ് ബോഡി വീണ്ടെടുക്കാൻ പോലും ഇവിടെ സാധ്യമല്ല. എന്തായാലും 3-4 ദിവസത്തെ ട്രക്കിങ്ങിന് ശേഷം
2 ദിവസം ഉണ്ടായ തുടർച്ചയായ കാലാവസ്ഥയുടെ എല്ലാ പ്രതികൂലമായ അവസ്ഥകളും അതിജീവിച്ച് ഒരു ഗുഹയിൽ താമസിച്ച ശേഷം 5-ാം ദിവസം ഞങ്ങൾ തിരിച്ചു പോരാണ് ഉണ്ടായത്. എൻ്റെ ഹിമാലയൻ യാത്രകളിൽ പരാജയപ്പെട്ട ഒരേ ഒരു യാത്ര കിന്നർ കൈലാസത്തിലേക്കുള്ള മഹാപ്രദക്ഷിണത്തിൻ്റെ ട്രക്കിങ്ങാണ്.